സമാധാനമാകണമെങ്കിൽ വാവർ സ്വാമിയെ വഴങ്ങിയാലേ, അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലേ അവരുടെ ആ ചടങ്ങ് പൂർത്തിയാകുകയുള്ളൂ. ആരാണ് വാവർ സ്വാമി? അത് വാവർ വലിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനാണ് വാവർ. ആ വാവരുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചാലേ അയ്യപ്പനെ കണ്ടതിന്റെ പ്രീതി ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകള്. അതുകൊണ്ട് തന്നെ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇവിടെ അവരുടെ വിവാഹം നടത്തിയപ്പോ ഈ നൂറെ ഹബീബ് മജ്ലിസ് നൽകുന്നത് സ്നേഹ സൗഹാർദ്ദത്തിന്റെ 1000 സന്ദേശങ്ങളാണ്. 1000 നന്മകൾ ചെയ്യുമ്പോ എവിടെയെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ മനുഷ്യൻ എന്ന നിലക്ക് എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പോ ആ വീഴ്ചകൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് ഈ മജ്ലിസിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാകും. അവരോട് പറയട്ടെ, നിങ്ങളുടെ വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇവിടുത്തെ സയ്യിദന്മാർക്ക് പ്രശ്നമല്ല. ആയിരക്കണക്കായ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അവരുടെ മുമ്പിൽ വരുമ്പോ അവരവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട യതീമുകളായ കഷ്ടത അനുഭവിക്കുന്ന ആയിരക്കണക്കിന് മക്കളും അവരുടെ ഉമ്മമാരും നമ്മളെല്ലാം കടന്നുറങ്ങുമ്പോ നട്ടപ്പാതിരാക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ മജ്ലിസിനും നേതൃത്വം നൽകുന്ന സയ്യിദ് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ വിമർശനങ്ങൾ പറയുന്ന ആളുകളുടെ വിമർശനങ്ങൾ നമുക്കൊരു പ്രശ്നമല്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി എന്ത് വിമർശനങ്ങൾ വന്നാലും ആ വിമർശനങ്ങളെ മുഴുവൻ പൂമാലകളാക്കി സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾ മുന്നോട്ട് പോകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മത സൗഹാർദ്ദത്തിന്റെ ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുക. നമ്മൾ കേരളക്കാരാണ്. നമ്മുടെ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന പാരമ്പര്യം അതാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മൈൻ ഹാളിൽ ഒരു അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ടത് സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. ആ സഹോദരൻ മാൻഹോളിൽ അപകടത്തിൽപ്പെട്ട് ജീവനോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തൊട്ടടുത്ത ചായക്കടയിൽ നൗഷാദി എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോ ആ ചായ ഗ്ലാസ് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നൗഷാദ് മാൻഹോളിലേക്ക് എടുത്തു ചാടി. ആ സഹോദരനെ രക്ഷിക്കുന്നതിനിടയിൽ നൗഷാദ് മരണപ്പെട്ടു പോയി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നൗഷാദി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അവനക്ക് കുടുംബമുണ്ട്. ഓട്ടോ ഡ്രൈവറായ നൗഷാദ് മരണപ്പെട്ടപ്പോ അവന്റെ കുടുംബം പട്ടിണിയിലായി. ആ സമയത്ത് ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് കേരളത്തിലെ വീഗാർഡിന്റെ മുതലാളിയായ പള്ളിയാണ്. അപകടത്തിൽപ്പെട്ടത് ഹിന്ദു, അവനെ സഹായിക്കാൻ പോയത് മുസ്ലിം. അവനെ രക്ഷിക്കാൻ വേണ്ടി, അവന്റെ കുടുംബത്തിന് സഹായിക്കാൻ വേണ്ടി വന്നത് ക്രിസ്ത്യാനി. ഇത് കേരളത്തിന്റെ പാരമ്പര്യമാണ്. ഈ പാരമ്പര്യവും ഉൾക്കൊണ്ടുകൊണ്ട് പാവപ്പെട്ടവന് അവന്റെ